ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ കഴിഞ്ഞ് ഗുരുദേവൻ അവിടെയുള്ള ഒരു ദിവസം പുലയ സമുദായത്തിൽപ്പെട്ട ചില യുവാക്കൾ അവിടെ അവരുടെ വകയായി ഒരു ചെണ്ടമേളം നടത്തണം എന്ന ആഗ്രഹവുമായി ചെണ്ടയും കൊണ്ട് ക്ഷേത്രസന്നിധിയിലെത്തി. എന്നാൽ ചില ഈഴവ പ്രമാണിമാർ അവർക്ക് പ്രവേശനം നിഷേധിച്ചു. ഈ വിവരം അറിഞ്ഞ ഗുരുദേവൻ അവരെ വിളിച്ച് ഗുരുദേവന്റെ സമീപത്ത് വന്ന് ചെണ്ട കൊട്ടാൻ ആവശ്യപ്പെട്ടു. ചെണ്ട കൊട്ടിക്കഴിഞ്ഞപ്പോൾ, നിങ്ങൾ കുളിച്ച് ശുദ്ധരായി വന്നവരാണല്ലോ, അകത്തുപോയി തൊഴുതു പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞു. പിന്നീട് അവരോടായി ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ കുളിച്ച് ശുദ്ധരായി നടക്കണം, എന്നാൽ ആരും നിങ്ങളെ മാറിപ്പോകാൻ പറയുകയില്ല. ഈ സംഭവത്തിന് ശേഷം ഗുരുദേവൻ അവിടെ ഇങ്ങനെ ഒരു ബോർഡ് എഴുതി വെപ്പിച്ചു: ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകസ്ഥാനമാണിത്. ഗുരുദേവൻ ആദ്യം പ്രതിഷ്ഠിച്ച ക്ഷേത്രം ലോകത്തിന് നൽകുന്ന സന്ദേശമാണ് ഇത്. മനുഷ്യരിൽ ജാതിഭേദവും മതദ്വേഷവും ഉണ്ടാകരുത്. സാഹോദര്യഭാവം ഉണ്ടാവുകയും വേണം. ദേവാലയങ്ങൾ അന്ധവിശ്വാസവും അനാചാരവും പ്രചരിപ്പിക്കാനും മതവിദ്വേഷം പരത്താനും ഉള്ള ഉപകരണങ്ങളാവരുത്. മറിച്ച് ഭക്തിയും ഈശ്വരവിശ്വാസവും വളർത്താനും സർവ്വജീവികളെയും ഈശ്വരന്റെ സന്താനങ്ങളായി കണ്ട് സ്നേഹിക്കാൻ പ്രേരണ നൽകുന്നതിനുമായി ഭവിക്കണം. ഈശ്വരവിചാരവും ഭക്തിയും ഉണ്ടാകാൻ ക്ഷേത്രങ്ങൾക്ക് തുല്യമായി മറ്റൊന്നില്ല എന്നാണ് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളത്. എല്ലാ ഭവനങ്ങളിലും എല്ലാ ഹൃദയങ്ങളിലും ഈശ്വരാരാധന ഉണ്ടാകണം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഭക്തിയും ഈശ്വരവിശ്വാസവും മനുഷ്യനെ പാപകർമ്മങ്ങളിൽ നിന്നും ദുർവൃത്തികളിൽ നിന്നും അകറ്റി നിർത്തും. സാത്വിക ദേവതമാരെ ഉപാസിക്കുന്ന ഭക്തന്മാരിൽ സത്വഗുണം വർദ്ധിക്കും. സ്നേഹം, കരുണ, വാത്സല്യം, ദയ എന്നീ ഭാവങ്ങൾ സത്വഗുണിയായ മനുഷ്യനിൽ പ്രകടമാകും. അങ്ങനെയുള്ള മനുഷ്യൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനും തനിക്കും കുടുംബത്തിനും സമൂഹത്തിനും ഉത്കർഷയും അഭിവൃദ്ധിയും കാക്ഷിക്കുന്നവനും ആയിത്തീരും. എന്നാൽ ദുർമൂർത്തികളെ ഉപാസിക്കുന്നവൻ രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ച് ഹിംസയും ദുഷ്കർമ്മങ്ങളും ചെയ്യുന്നവനും ദുർഗുണിയും ക്രൂരബുദ്ധിയും ആയിത്തീരുന്നതാണ്. അങ്ങനെയുള്ളവൻ സ്വയം നശിക്കുന്നതോടൊപ്പം കുടുംബത്തിനും സമൂഹത്തിനും ഉപദ്രവകാരിയായി ഭവിക്കുന്നതുമാണ്. ശ്രീനാരായണ ഗുരുദേവൻ ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്താനുള്ള കാരണങ്ങളിൽ ഈ കാര്യങ്ങൾ പ്രധാനമാണ് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഈശ്വരവിശ്വാസവും ഭക്തിയും കൊണ്ടുണ്ടാകുന്ന പരമപ്രധാനമായ നേട്ടം പരമപുരുഷാർത്ഥമായ മോക്ഷപ്രാപ്തിയാണ്. ഭക്തി കൊണ്ട് ലഭിക്കുന്ന മനഃശുദ്ധി ആത്മജ്ഞാനത്തിലേക്ക് മനുഷ്യനെ നയിക്കും. ആത്മജ്ഞാനം എന്നാൽ താൻ ആരാണ് എന്ന അറിവാണ്. ഗുരുദേവൻ ഭക്തന്മാർക്ക് പ്രാർത്ഥിക്കുവാനായി അനേകം പ്രാർത്ഥനകൾ രചിച്ചതിന് ശേഷം ജ്ഞാനമാർഗികളായിട്ടുള്ളവർക്ക് വേണ്ടി ആത്മോപദേശ ശതകം, ദർശനമാല മുതലായ ദാർശനിക കൃതികളും രചിച്ചിട്ടുള്ളതായി കാണാൻ സാധിക്കും. ദേവവിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗുരുദേവൻ തുടങ്ങിയ ആത്മീയ വിപ്ലവം നിലവിളക്കും കണ്ണാടിയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പരമാത്മദർശനത്തിലൂടെ അദ്വൈതബോധത്തിലേക്ക് നയിക്കുന്നതായി കാണാവുന്നതാണ്. ക്ഷേത്രപ്രതിഷ്ഠയിലൂടെ ഗുരുദേവൻ ജനങ്ങളെ ദുഷ്കർമ്മങ്ങളിൽ നിന്നും സൽക്കർമ്മങ്ങളിലേക്ക് പരിവർത്തനപ്പെടുത്തിയതിൻ്റെ ഒരു ഉദാഹരണമാണ് മണ്ണന്തല ദേവി പ്രതിഷ്ഠ. അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ പല പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾക്ക്
സാത്വിക ദേവതകളെ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെ ജനങ്ങൾ ക്ഷേത്രങ്ങൾ പണിയിച്ച് ഗുരുദേവനെക്കൊണ്ട് പ്രതിഷ്ഠ നടത്തിക്കാനായി പല പ്രദേശങ്ങളിൽ നിന്നും ശ്രമം തുടങ്ങി. മണ്ണന്തലയിലുള്ള ഗുരുഭക്തന്മാർ ഇതേ ആഗ്രഹവുമായി ഗുരുദേവനെ സമീപിച്ചു. മണ്ണന്തലയിൽ ആ കാലത്ത് ഒരു കാളീക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ കോഴിയെയും ആടിനെയും ബലി കഴിച്ചുകൊണ്ടുള്ള പൂജയും വെളിച്ചപ്പാട് തുള്ളലും ഒക്കെ നടന്നിരുന്നു. അരയിൽ കുടമണിച്ചാർത്ത് കെട്ടി ചുവന്ന പട്ട് ഉടുത്ത് മുഖത്ത് ചുവന്ന ചായം തേച്ച് കയ്യിൽ വാളും പിടിച്ച് ദേഹമാകെ വിറപ്പിച്ച് ഇടയ്ക്കിടെ സ്വന്തം തലയിൽ വെട്ടി ചോര ഒലിപ്പിച്ച് പേ പറഞ്ഞ് തുള്ളുന്ന ഒരു സമ്പ്രദായമാണ് വെളിച്ചപ്പാട്. ഇതെല്ലാം കൊണ്ട് മനുഷ്യൻ്റെ ഉള്ളിൽ ഭീതി ഉണ്ടാക്കാമെന്നല്ലാതെ നല്ലതായ ഒരു ഫലവും ഉണ്ടാകുന്നില്ല. മനുഷ്യരെ അന്ധവിശ്വാസങ്ങളും ദുഷ്കർമ്മികളും ആക്കുകയും ജന്തുഹിംസ ഒരു പുണ്യപ്രവൃത്തിയാണ് എന്നുള്ള തെറ്റായ ധാരണ പരത്തുകയും ചെയ്യുന്നു. കാളിയെ കൂടാതെ മറുത, യക്ഷി, മാടൻ, കറുപ്പൻ, രക്ഷസ് എന്നിങ്ങനെ കുറേ ഉപദേവതകളെയും അവിടെ മണ്ണന്തലയിൽ പ്രതിഷ്ഠിച്ചിരുന്നു. ഗുരുദേവൻ ഈ മൂർത്തികളുടെ വിഗ്രഹങ്ങളെല്ലാം ചാക്കിൽ കെട്ടി കായലിൽ കളയിച്ചു. ഭദ്രകാളിയുടെ ദാരുവിഗ്രഹം മാറ്റി പുതിയ ക്ഷേത്രത്തിൽ ദേവിയുടെ പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. എല്ലാ ദുഷ്കർമ്മങ്ങളും അവസാനിപ്പിച്ച് വൈദികമായ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നിർദ്ദേശിച്ചു. ഗുരുദേവൻ അവിടെ വെച്ച് ദേവിയെ സ്തുതിച്ചുകൊണ്ട് എഴുതിയ കൃതിയാണ് മണ്ണന്തല ദേവീസ്തവം. ഗുരുദേവൻ ക്ഷേത്രത്തിന് വരുത്തിയ ഈ മാറ്റം ക്രമേണ ജനങ്ങളിൽ സാംസ്കാരികവും ആത്മീയവും ബൗദ്ധികവും ആയ ഉയർച്ചയ്ക്ക് കാരണമായി തീരുകയും ചെയ്തു. നമസ്കാരം.